അനിയനെ സമ്മതിക്കണം. തൊഴിലാളിയാണ് പോലും, തൊഴിലാളി. 2 ദിവസം ലീവ് എടുത്തോണ്ട് പോയിട്ട്. എന്നാൽ അവനറിയാം ചായ അടിക്കുക അവന് മാത്രമേ അറിയാവുള്ളൂ. ഇവിടെ മര്യാദയ്ക്ക് നിൽക്കണം. ഏതെങ്കിലും ഒരു കലാകാരൻ വന്ന അടിക്കാവ് മാത്രമേ ഉള്ളൂ. ചുമ്മാണ് ഇന്ത്യ മഹാരാജ്യം നന്നാവാത്തത്. തൊഴിലാളികൾക്ക് മുതലാളിമാരോട് ഒരു പ്രതിബദ്ധതയില്ല. സുമാരനാ സാറേ ചായ ഇല്ല. എന്താ വാസു സാറേ, എന്റെ പൊന്നെ ഒന്ന് പറയണ്ട സാറേ. എന്തോ പറ്റി? ആ മണിയനുണ്ടല്ലോ, 2 ദിവസമായി ഇവിടുന്ന് പോയിട്ട്. അവനൊന്നും പറ്റിയതല്ലെന്ന്. മറ്റേ ഡയലോഗ് ഇല്ലേ, ഏതാ? കട്ടപ്പന മോളിക്കുട്ടി നിനക്ക് എന്ന സെക്രട്ടറി സ്ഥാനത്തിന്റെ മഹത്വം. അതവൻ ഇല്ല സീരിയലിന് വേണ്ടിട്ട് പഠിച്ചോണ്ടിരുന്നതാണല്ലോ. അതിന്റെ ഷൂട്ടിംഗ് ഇന്നാണ്. അപ്പൊ അതൊക്കെ പഠിച്ചിട്ട് പോയിരിക്കാണ്. അന്ന് അവൻ ആവേശം മൂത്ത് എന്റെ കഴുത്തിന്റെ അളവാണ് എടുത്തത്. ഇന്ന് അവൻ അളവെടുക്കാൻ പോകുന്ന ആ പാവം ഡയറക്ടറുടെ കാര്യം. അവനറിയാവേ ഇവിടെ ഒരു ചായ അടിക്കാൻ അവൻ മാത്രമേ ഉള്ളൂ. എനിക്കിതൊന്നും വശമില്ലാന്ന് അവൻ അറിയാം. കേക്കണ്ടേ? വരട്ടെ. ചായ വേണോ? ചായയൊക്കെ ഞാൻ അടിക്കാം. അല്ലെങ്കിൽ വേണ്ട സുമാർ, ഇന്നൊരു മൂടില്ല. 2 ദിവസം കൊണ്ട് വയറ്റിനുള്ളിൽ ലാത്തി ചാർജ് ആണോ, പിന്നെ ഒരു കണ്ണീർ ബാധകവും. അങ്ങനെയാണെങ്കിൽ പിന്നെ അത് അടിക്കാതിരിക്കുന്നത് നല്ലത്. ചായ അടിക്കാൻ എനിക്ക് ഒരു മൂടില്ല. ഓരോരുത്തന്മാർ ഓരോരോ കാര്യം ഓർക്കുമ്പോഴാ ചിരി വരുന്നത്. ഓരോരോ ജംഗ്ഷൻ എന്തൊക്കെയാ പേരിട്ടിരിക്കുന്നത്. പിന്നെ ഡീസന്റ് മുക്ക്, അവിടെ നിന്നാണെങ്കിൽ കത്തിക്കുത്ത്. പിന്നെ സമാധാന ജംഗ്ഷൻ, അവിടെ ആണെങ്കിൽ പൂരാടി. പിന്നെ ശാന്തി നഗർ, അവിടെ ആണെങ്കിൽ പീഡനം. ഒരു ശാന്തിയില്ല മനുഷ്യന്. എവിടെ നോക്കി പേരിടുന്നല്ലേ? എന്തോ കഷ്ടമെന്ന് പറയണ ഇതൊക്കെ. ചായ വേണ്ടെങ്കിൽ നല്ലൊരു ഓംലെറ്റ് എടുക്കട്ടെ. അപ്പോ എനിക്ക് വേണ്ട. അല്ല കുഴപ്പമില്ല, എനിക്ക് അതറിയാം. അല്ല വേണ്ട വേണ്ട വേണ്ട, എനിക്ക് വേണ്ട. എനിക്ക് അറിയാമല്ലോ, അത് അറിയാവുന്ന. ഈ ചായ ഈ തട്ടില്ലേ, ഇതിന്റെ കെടുപിടികളൊക്കെ അവനെ അറിയാവൂ. ഏത്തക്കൊല്ലം ഒന്ന് മാറ്റി വെച്ചാൽ ഞാനും അത് തന്നെ പറയുന്നത്. പെട്ടെന്ന് ഞാൻ പറഞ്ഞ അതാണ് പെട്ടെന്ന്. അതെടുക്കാനല്ല, പെട്ടെന്ന് 350 രൂപ തരാനുള്ളത് പെട്ടെന്ന് എടു. സാമൂഹ്യ പ്രതിബദ്ധത. കടം കൊടുക്കുന്നതിനാ? കടം കൊടുക്കുന്നതല്ല, മൂന്നാറിൽ ഇത്രയും പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു. തനിക്ക് 350 രൂപയാണ് വലുത്. 3 പ്രശ്നം നടന്നു പറഞ്ഞ് എന്റെ 350 ആര് വരും? ഇടോ, ഇത്രയും പ്രശ്നങ്ങൾ കിടക്കുന്നില്ലേ? കോടാനുകോടി വർഷങ്ങൾ ചെലവായി, കോടാനുകോടി വർഷങ്ങൾ കൊണ്ട് ജൈവ പദാർത്ഥമായി കിടക്കുന്ന മേഖല. ഈ മേഖലയുടെ അനന്തത സാധിക്കാൻ വേണ്ടി സാമൂഹ്യ പ്രശ്നങ്ങൾ ഉരുത്തിരിക്കുന്ന പരിസ്ഥിതികളുടെ മേഖലയായി കിടക്കുന്ന സംഭവം ഉണ്ടായിട്ടും തനിക്ക് 350 രൂപയാണ് വരുന്നല്ലേ? എനിക്ക് മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? ഞാൻ മനസ്സിലാക്കി തരാം. കഴിഞ്ഞ പ്രസംഗത്തിന് തയ്യാറാക്കി വെച്ച വിഷയമാണ്. എത്രടുത്ത് പ്രസംഗിക്കണം? എഴുതി വെച്ചിട്ടുണ്ട്. ഇന്നല്ലേ? അല്ല, ഈ 350 രൂപ. 350 രൂപ ഇത് കേള്, ഞാൻ പറഞ്ഞുതരാം. നോക്ക്, 100 കോടി വർഷങ്ങൾ കൊടുത്ത് വില വാങ്ങിക്കാൻ കഴിയാത്ത ഗദ്യമായ ഗഹുങ്ക തരംഗങ്ങൾ ഉണർത്തുന്ന ജൈവ പരിസ്ഥിതിയാകുന്ന അനധികാലം മുതൽ നമ്മുടെ സംസ്കാരത്തിന്റെ ഗോപുരങ്ങളെ കാത്തു സൂക്ഷിച്ച നമ്മുടെ പരിസ്ഥിതികളുടെ തിരമാലകൾ ഉരുത്തിരിയുന്ന ഒരു ഗോപുര ശൃംഖത്തിന്റെ ഉത്തുംഗ ശൃംഖത്തിൽ നിൽക്കുന്ന ഒരു പരിച്ഛേദമാണ് ഈ മേഖല എന്ന് ഞാൻ ഇവിടെ ഊന്നി 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 എനിക്കൊന്നും മനസ്സിലായില്ല. മനസ്സിലായില്ലല്ലേ? അപ്പൊ മനസ്സിലായില്ല, ഇതാണ് പ്രശ്നം. മനസ്സിലാക്കി തരാം. നമ്മുടെ മൂന്നാറിന്റെ കയ്യേറ്റം ഇത് തന്നെ പ്രശ്നം. അതിനാണ് ഇത്ര വലിച്ചു നീട്ടിയത്. അനന്ത ഗഹ്വര സാധനങ്ങളെ ഉത്തുംഗ ശൃംഖലത്തിലെന്നൊക്കെ പറഞ്ഞു ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കണ്ടേ? എന്റെ പൊന്ന് PKM, ഞാൻ ഇത് പത്രത്തിൽ വായിച്ച് ഭൂമി കയ്യേറ്റം മൂന്നാറിൽ. അതിനാണ് എന്റെ 3-4 മുട്ട അടിച്ചു പൊട്ടിച്ചല്ലേ. അതിനിടയിലാണോ തനിക്ക് 350 രൂപ എഴുന്നള്ളിച്ചോണ്ട് വരുന്നത്? പുലി കിടന്ന മടയില് എനിക്ക് ഇപ്പോഴും ഒന്നും മനസ്സിലായിട്ടില്ല. മനസ്സിലായില്ലല്ലേ? ഇല്ല. ഈ കുടിയൊഴിക്കുമ്പോ പേരിൽ ഇത്രയും നാൾ ഇവിടെ എന്താ നടന്നുകൊണ്ടിരുന്നത്? എന്താ നടന്നത്? മനസ്സിലറിയില്ല. പാവപ്പെട്ട സാധാരണക്കാർ അത്തപ്പാടിയായ ജനങ്ങളുടെ കൃഷി നശിപ്പിച്ച് അവരുടെ കുടി ഒഴിപ്പിച്ച് വിട്ടിട്ട് അവന്മാരെയൊക്കെ കൈയേറ്റം ചെയ്യുകയല്ലേ. പക്ഷെ ഇപ്പോഴോ വമ്പൻ സ്രാവുകളല്ലേ ഞങ്ങൾ പിടിച്ചിരിക്കുന്നത്. ഇങ്ങനെ ഓരോരോ സ്രാവുകളെയും ഓരോന്ന് ടമ്മന്റെ റിസോർട്ടുകൾ 5ഉം 10ഉം 15 നിലയുള്ള നിൽക്കാം ഓരോന്ന് അടിച്ച് തെളിച്ച് കമ്പനി നശിപ്പിക്കും. ഇതെല്ലാം പിന്നെ ഇനി വരുന്ന ഉദ്യോഗസ്ഥന്മാരെ ഞങ്ങൾ പൊക്കോടോ. പാവപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഈ കേസ് ചുമ്മാ വലിച്ചെടുക്കലേ നേതാവേ, വലിച്ചെടുക്കരുതെന്ന്. ഞാൻ ഉദ്യോഗസ്ഥ കേരള പോലീസിലെ ഒരു നല്ല ഉദ്യോഗസ്ഥനാണ് ഞാൻ. അതുകൊണ്ട് ഞങ്ങളെ പിടിച്ച് കേക്ക്. ഈ ഉദ്യോഗസ്ഥന്മാരാണ് യുവന്മാരാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങള്. എന്തോ പ്രശ്നങ്ങൾ? ഏറ്റവും പ്രശ്നങ്ങൾ കാണിക്കുന്നവരാണ്. എന്തോ പ്രശ്നങ്ങളാണ് കാണിച്ചത്? ഞങ്ങൾ ഉദ്യോഗസ്ഥക്കാരും മര്യാദയ്ക്ക് ജോലിയാണ്. നിങ്ങൾ രാഷ്ട്രീയക്കാർ ഓരോരുത്തർ വന്ന് പറയുന്നത് ഞങ്ങൾ അനുസരിക്കുന്നു. നിങ്ങൾ ആ മുച്ചോട് രാജ്യത്തെ നശിപ്പിച്ച് ഞങ്ങൾക്ക് അറിയാം. അനുസരിക്കണോ? നിങ്ങൾ അനുസരിക്കണം. രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ട് അനുസരിക്കാനുള്ളവന്മാരാണ് ഉദ്യോഗസ്ഥന്മാര്. വസ്തുവിന് പ്രമാണം കൊടുത്ത് ആരാ പരിശോധിച്ചു നോക്കണം. ഓരോരോ
സംസാരിക്കുന്നത്. ഈ കാര്യത്തെ കുറിച്ച് നേതാവിന് സംസാരിക്കാനുള്ള അവകാശമില്ല. എടോ, നേതാവ് പാവപ്പെട്ടവന്റെയും പട്ടിണിക്കാരന്റെയും പേര് പറഞ്ഞ് അധികാരത്തിൽ വരുന്ന ഓരോരുത്തരെ നാലാളുകളായിട്ടുണ്ടല്ലോ അവർ അവരുടെ കാര്യങ്ങൾ നോക്കുകയാണ്. സ്വന്തമായിട്ട് ഒരു പ്ലാസ്റ്റിക് കൊണ്ടൊന്നും കളിക്കാൻ പറ്റില്ല. രാഷ്ട്രീയക്കാരുടെ കൊക്കട പോലീസ് എടുത്ത് കളിക്കാൻ പുലി കടന്ന മഴയിൽ തേങ്ങ വല്ലതും കിട്ടിയിരുന്നെ. അതറിയാമല്ലോ, ഇരുമ്പാ, ഇരുമ്പ്. ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ എന്റെ കടയിലെ സാധനങ്ങളെല്ലാം നശിപ്പിക്കേണ്ടതുണ്ട്. അതെ, ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ഇങ്ങനെ ഇവിടെ കിടന്ന് കയ്യേറ്റം ഉണ്ടാക്കിയ വല്ല മൂന്നാറിലും ഭൂമി കയ്യേറ്റം നടന്നെന്ന് പറഞ്ഞ് നിങ്ങൾ ഇവിടെ കിടന്ന് കത്തിക്കുത്തേറിയ അവസരം നിങ്ങളൊക്കെ തൂക്കലേറ്റേണ്ടി വരും. ഒരു പീറ പോലീസാണ് പിന്നെ ഒരു രാഷ്ട്രീയക്കാരൻ. അതാരാണ്? ഇത് ജയസൂര്യല്ലേ? നമസ്കാരം. സത്യം പറഞ്ഞാൽ പ്രതീക്ഷിച്ചല്ല, വളരെ അപ്രതീക്ഷിതമായിട്ട് നമുക്ക് കിട്ടിയ ഒരു ഗസ്റ്റ് ആണ് ഇന്ന് ജയസൂര്യ. ഇരിക്കണം, ഇരിക്കണം. സുമാരേട്ടനെ കാണാൻ വേണ്ടി വന്നതാണ്. മണിയൊരു ചായ. പേരറിയോ? ഓ, ബോർഡ് കണ്ടല്ലേ? ഇല്ല അല്ല, സുകുമാരൻ വിളിച്ചു. ഇല്ല എനിക്ക് നേരത്തെ പരിചയമുണ്ട് പുള്ളിനെ. എങ്ങനെ അറിയാം? സുമാരേട്ടൻ നമ്മൾ പരിചയപ്പെട്ടിട്ടുണ്ട്, ഓർക്കണല്ലേ? എപ്പോഴും വരെ? അയ്യോ എനിക്കൊന്ന് കുറെ വർഷമായിട്ടുണ്ട്, അതുകൊണ്ട് മറന്നതായിരിക്കും. അതായിരിക്കും. അതെ അതെ. ചേട്ടൻ ബാലയൊക്കെ ഇപ്പൊ ഉണ്ടോ? ബാലയോ ഇല്ല, ഇപ്പൊ ഒരു കുറച്ച് നാളായി, 15 വർഷമെങ്കിലായി കാണണം. ഞങ്ങൾ പണ്ട് ബാലയ്ക്ക് തൃപ്പൂണിത്തറയിൽ വന്ന സമയത്ത് എന്തോരം പ്രോഗ്രാം ചെയ്തിരിക്കുന്നു. അതെ അതെ അതെ. അന്ന് പ്രോഗ്രാമിന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് നിങ്ങളുടെ പ്രോഗ്രാമിന് ശേഷമായിരുന്നു ഞങ്ങളുടെ മിമിക്രി. അപ്പൊ ഇത് തന്നെയാണോ? അല്ല അന്ന് അന്ന് ബാല മോശമായിട്ട് ആളുകൾ ഓടിച്ചിട്ട് എന്നാ ഇത് തന്നെയായിരിക്കും. അത് കോട്ടയത്തല്ലേ? അത് കോട്ടയത്തല്ല എല്ലായിടത്തും ഉണ്ടോ? അപ്പൊ ചേട്ടാ ചായ ഉണ്ടോ? ചായ ഉണ്ട്. മണിയാർ പറഞ്ഞ മണിയേ ഇല്ല. മണിയനാണ് സാധാരണ സ്പെഷ്യൽ ചായ എടുക്കുന്നത്. പിന്നെ എനിക്ക് കുടിക്കാൻ വേണ്ടി ഞാൻ വെളിയിൽ നിന്ന് ഒരു 2 ചായ മേടിച്ച് വെച്ചിട്ടുണ്ട്. ഹോട്ടലിൽ എടുത്തിട്ട് വെളിയിൽ നിന്ന് മേടിക്കണം. ഞാൻ വെളിയിൽ നിന്നാണ് മേടിച്ചത്. ഇരിക്കും, നിങ്ങൾ സംസാരിക്കും, പരിചയപ്പെടും. ഞാൻ PKM ശശി. ഞാൻ വാസു. ആണല്ലേ? കണ്ടപ്പോ തന്നെ മനസ്സിലായല്ലോ പോലീസാണെന്ന്. എന്താണ് രാഷ്ട്രീയക്കാരും പോലീസുകാരും തമ്മിൽ? ഞങ്ങൾ ഈ മൂന്നാറിലെ ഒന്നുമില്ല, പ്രശ്നമൊന്നുമില്ല. ഇങ്ങനെ ഞങ്ങളിങ്ങനെ പഴയ ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ പ്രശ്നങ്ങളാണല്ലോ. അതെ അതെ. മൂന്നാറിലും എല്ലായിടത്തും. അവിടെ എന്താ സ്ഥലം മേടിച്ചോ? സ്ഥലം മേടിച്ചില്ല, ഞാൻ മേടിച്ചിട്ടില്ല. നല്ല ചായ കേട്ടോ. ഇവിടത്തെ അല്ല, അതുകൊണ്ട് ധൈര്യമായിട്ട്. പിന്നെ നല്ല വിശേഷമാണ്. ഞാൻ ഇവിടെ ചെറിയൊരു വർക്കിന്റെ കാര്യത്തിന് വേണ്ടി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇങ്ങോട്ട് കയറിയതാണ്. എങ്ങനെ പോണു കാര്യങ്ങളൊക്കെ? കാര്യങ്ങളൊക്കെ സ്മൂത്തായിട്ട് പോകും. സ്മൂത്തായിട്ട് അല്ല, വന്നപ്പോ തന്നെ ഒരു സ്മൂത്ത്നെസ് തോന്നിയില്ല. വിയറ്റ്നാമിനുള്ളിൽ ചെന്ന് ഇറങ്ങിയ പോലെ ഉണ്ടായിരുന്നു. ഇവര് സാറിന് ഇവിടെ വന്ന അങ്ങനെയാണ്. ഇവിടെയാണല്ലോ വരുന്നത്. അല്ല, ഇഷ്ടപ്പെട്ടില്ലേ? പൊട്ടുന്നില്ല അല്ലേ? വലിയ പഴക്കമൊന്നും ഉള്ളതല്ല. ചായ നല്ലല്ലേ? ചായ നല്ലോണം. അതെ, ബോണ്ടായിട്ടാണ് മണിയൻ ഉണ്ടാക്കിയത്. ഇത് പൗലോസ് ഉണ്ടാവൂലേ? മെറ്റല് വീട് പണിക്കൊക്കെ എടുക്കാം. പിന്നെ എന്തൊക്കെയുണ്ട് ചെയ്യാം? നല്ല വിശേഷങ്ങൾ. മിമിക്രി, ടെലിവിഷൻ, അവിടെ നിന്ന് പിന്നെ സിനിമ. എനിക്കൊന്ന് മിമിക്രിയിലേക്ക് വന്നപ്പോൾ തന്നെ ആഗ്രഹിച്ചാണല്ലേ ഒരു നടനാവണമെന്നുള്ള അതിയായ ഒരു ആഗ്രഹം എപ്പോഴും മനസ്സിലുണ്ടാവും. അതെന്തായാലും പ്രാവർത്തികം. ദൈവാനുഗ്രഹം. എന്ത് തോന്നുന്നു അങ്ങനെയുള്ള കാലഘട്ടം? അയ്യോ ഭയങ്കര സന്തോഷം. ഇപ്പൊ അണ്ണൻ അവിടെയൊക്കെ ബാലയ്ക്ക് വരുമ്പോഴൊക്കെ അണ്ണൻ ബാല മിമിക്രി ഒക്കെ ചെയ്തിരുന്നില്ലേ? എന്ത് തോന്നിയ ദിവസം ചെയ്യുന്നല്ലേ? അതെ. അല്ല, ആ സമയത്തൊക്കെ നമ്മുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു സിനിമയിൽ അഭിനയിക്കുക എന്നുള്ളതൊക്കെ. ഈ ആഗ്രഹം മനുഷ്യനെ ലക്ഷ്യത്തിലെത്തിക്കും എന്ന് പറഞ്ഞ പോലെ. ആഗ്രഹിച്ചാൽ ഒരു പിടിയോളം കിട്ടും എന്ന് പറഞ്ഞ പോലെ. അതെ. അപ്പൊ അങ്ങനെ എന്താ പറയാ, ദൈവാനുഗ്രഹം കൊണ്ട് സിനിമയിലൊക്കെ അഭിനയിക്കാനുള്ള പ്രോഗ്രാം എനിക്ക് അതിനകത്ത് കുറച്ചൊക്കെ അങ്ങ് അറിയപ്പെട്ടു. അതെ, TV പ്രോഗ്രാം നമുക്കൊരു തീർച്ചയായിട്ടും മിമിക്രി എന്നൊക്കെ പറയുന്നത് സിനിമയിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണല്ലോ. മിമിക്രി വന്നതുകൊണ്ടാണ് സിനിമയിൽ വരാൻ കാരണം. അല്ല, തീർച്ചയായിട്ടും. കാരണം സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ പേടിയും കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. പിന്നെ TV പ്രോഗ്രാമൊക്കെ കണ്ടിട്ടാണ് സാർ വിളിച്ചത്.